പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കമ്പനി ബോർഡ് LGS ജോലി സ്വപ്നം കാണുന്നവരും ബെക്കോ LDC ജോലി സ്വപ്നം കാണുന്നവർക്കെല്ലാം ഈ ഒരു പ്രിലിമിനറി പരീക്ഷ കടന്നാൽ മാത്രമേ അതിന്റെ മെയിൻസ് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. സോ അവിടെ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഓൾമോസ്റ്റ് നമുക്ക് മെയിൻസിനും കൂടെ വേണ്ടുന്ന ടോപ്പിക് തന്നെയാണ്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് കവർ ചെയ്യുക, അതുപോലെ തന്നെ റിവിഷൻ ചെയ്യുക എന്നതാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ കലാസാഹിത്യ മേഖല എന്നുള്ള ഒരു ഏരിയയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ചോദിച്ച ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഇമ്പോർട്ടന്റ് ഫാക്ടുകളും നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കമ്പനി ബോർഡ് LGS ക്യാപ്സ്യൂളിന്റെ പ്ലേലിസ്റ്റ് നോക്കുക. അതിനകത്ത് ആ ഒരു ബൂസ്റ്റർ റിവിഷന്റെ ക്ലാസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ കഴിഞ്ഞ ക്ലാസ്സിലെ ഉള്ള കമന്റ്സ് കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്ലാസ് ആഴ്ച 2-3 ക്ലാസ് ഒക്കെ വേണം എന്നുള്ള കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ മാക്സിമം ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം LGSന് മുമ്പായിട്ട് അല്ലെങ്കിൽ 10th പ്രിലിമിനറി പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഓൾമോസ്റ്റ് ഹോട്ട് ഏരിയാസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കവർ ചെയ്ത് തരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് പോയിന്റ്സുകളും കിട്ടും കേട്ടോ. സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ. ചോദ്യം ഇതാണ്: എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? നമുക്ക് പഠിക്കാനുള്ള ഏരിയയുടെ പേരൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ശാസ്ത്ര സാങ്കേതിക മേഖലയാണ് അല്ലെ, സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഏത് ടോപ്പിക് ആണെന്ന് ഞാൻ പറയട്ടെ. അത് നമ്മുടെ ചന്ദ്രയാൻ 3 ആണ്. ഒത്തിരി ചോദ്യങ്ങളാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ചന്ദ്രയാൻ 3 ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അത് മാത്രമല്ല, വേറെയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടും. അപ്പോ ആദ്യം തന്നെ ആ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതും ആ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിയത്തില്ലായിരിക്കും. നോ പ്രോബ്ലം, നമ്മൾ ഇന്ന് പഠിച്ച് സെറ്റ് ആക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഇനി കൃത്യമായിട്ട് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ദേശീയ ശാസ്ത്ര ദിനം എന്താണ്? നാഷണൽ സയൻസ് ഡേ, NSD എന്ന് നമുക്ക് ഷോർട്ട് ആക്കി വിളിക്കാം. എന്നാണ് ആചരിക്കുന്നത്? ഫെബ്രുവരി 28-നാണ് കേട്ടോ. ശ്രദ്ധിച്ച് പഠിക്കണേ. ഫെബ്രുവരി മാസമാണ് 28-ാം തീയതിയാണ് എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്. മറന്നു പോകത്തില്ലല്ലോ. ദേശീയ ശാസ്ത്ര ദിനം, നാഷണൽ സയൻസ് ഡേ എന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്കറിയാം. ഇപ്പോൾ ഫെബ്രുവരി 18 ആണ്. അങ്ങനെയെങ്കിൽ പോയി ഉത്തരം ചെയ്തോളൂ. എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ C ആണ് അല്ലെ. ഫെബ്രുവരി 28 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാം. അതായത് എന്തുകൊണ്ടാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് തിരഞ്ഞെടുക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ദാറ്റ് മീൻസ് 1928 നമുക്കൊന്ന് പോകേണ്ടതായിട്ട് വരും. 1928. ഓക്കെ, ആ വർഷത്തില് ഫെബ്രുവരി 28, 2018 എന്നല്ല, സോറി 28-നാണ്. ഓക്കെ, 1928 ഫെബ്രുവരി മാസം 28-ന് നമ്മുടെ CV രാമൻ ഉണ്ടല്ലോ, എന്ത് കണ്ടുപിടിച്ചു? രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചു അല്ലെ. രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചു. അതിന്റെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ വർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ദേശീയ ശാസ്ത്ര ദിനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഫെബ്രുവരി മാസം 28 ആണ്. എന്തുകൊണ്ടാണ് ഫെബ്രുവരി മാസം 28 എടുത്തതിന്റെ കാരണം ചോദിച്ചാൽ സർ CV രാമൻ എഫക്റ്റ് ഈ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് കണ്ടുപിടിച്ചത്. വർഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1928 ആണ്. ഓക്കെ, അപ്പൊ അത് കാരണമാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് തെരഞ്ഞെടുത്തതെന്ന് കിട്ടിയല്ലോ. ഇനി മറന്നു പോകത്തില്ലല്ലോ. ഓക്കെ, എന്നാൽ 1928 മുതൽ തന്നെ നമ്മൾ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ഈ ദിവസം ആചരിക്കാൻ തുടങ്ങിയോ? ഇല്ല. അത് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1987-ലാണ് കേട്ടോ.
1987 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ഫെബ്രുവരി 28 ആചരിക്കാൻ തുടങ്ങുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇത് തെറ്റിക്കത്തില്ലല്ലോ. ദേശീയ ശാസ്ത്ര ദിനം ചോദിച്ചാൽ, നാഷണൽ സയൻസ് ഡേ ചോദിച്ചാൽ ഫെബ്രുവരി 28 കാരണം 1928 ഫെബ്രുവരി 28 CV രാമൻ എന്ത് കണ്ടുപിടിച്ചു? രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചു. അപ്പൊ ആദ്യം നിരീക്ഷിച്ചത് ഏത് വർഷമായിരുന്നു? 1987 ഓക്കെ, അത് കിട്ടിക്കാണും എന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ദാ നോക്കൂ, അതിനകത്ത് നമുക്ക് പ്രമേയം ഒന്ന് നോക്കി വെച്ചിരിക്കാം. നമുക്ക് ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത്, അതിന്റെ ആ ഒരു ഓരോ വർഷം കഴിയുന്തോറും ലെവല് കൂടി വന്നുകൊണ്ടിരിക്കുകയല്ലേ. സോ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാം. അതായത് ഓരോ ദിവസവും, അതായത് നമ്മളിങ്ങനെ പ്രത്യേകമായിട്ട് ആചരിക്കുന്ന ദിവസങ്ങൾക്ക് അവിടെ ഒരു പ്രമേയം പറയാറുണ്ട്. ഓക്കെ, അതായത് ഒരു തീം. ഓക്കെ, അവിടെ 2025 സയൻസ് ഡേയുടെ തീം എന്തായിരുന്നു, പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത് വായിച്ചു വെച്ചേ. എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻസ് ഫോർ വികസിത ഭാരത്. അതായത് വികസിത ഭാരതത്തിനായിട്ടും അതേപോലെ തന്നെ സയൻസ് മേഖലയിലുള്ള ആഗോളതരമായിട്ടുള്ള ലീഡർഷിപ്പിനായിട്ടും എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ യൂത്തിനെ എംപവർ ചെയ്യുക എന്നതായിരുന്നു 2025 തീം. 25 നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത് 2026 2025 ഫെബ്രുവരി 28 തീമാണ് നമ്മൾ യൂത്തുകൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പഠിച്ചത്. യൂത്ത് ആണ് 2025 തീമിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട വാക്ക് എന്താണ്? യൂത്ത്. ഓക്കെ, അപ്പം യുവാക്കൾക്കായിട്ട് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ആണ്. ഓക്കെ, യുവാക്കൾക്കായിട്ട്. ഓക്കെ, ആ ഒരു കാര്യം, ആ ഒരു വാക്ക് അവിടെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി 2026 തീം എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ യൂത്തിനെ ഓർക്കരുത്, പകരം എന്താണ്? വനിതകളെ ഓർക്കുക. അതായത് 2026 തീം എന്ന് പറയുന്നത് വുമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത ഭാരത്. ശാസ്ത്രരംഗത്ത് സ്ത്രീകൾ വികസിത ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രേരക ശക്തി എന്നുള്ള രീതിയിൽ സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. കാരണം ഇംഗ്ലീഷിന്റെ ട്രാൻസ്ലേഷൻ പല രീതിയിലും പല ആൾക്കാർ ചെയ്യുമ്പോഴും പല രീതിയിൽ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഇംഗ്ലീഷിലും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, മലയാളത്തിലായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോ വുമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത ഭാരത് എന്നതായിരുന്നു 2026 പ്രമേയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ 2025 പ്രമേയം നമുക്ക് കിട്ടി, 2026 പ്രമേയം നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? 2025 പ്രമേയം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ യൂത്തിനെ ആലോചിക്കണം. 2026 സയൻസ് ഡേയുടെ ഒരു പ്രമേയം തീമിനകത്ത് നമ്മൾ ആരെ ആലോചിക്കുക? വനിതകളെ ആലോചിക്കുക. വുമൺ ഇൻ സയൻസ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിനിടയ്ക്കായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. കുറച്ചു പേര് കമ്പനി ബോർഡ് LGSന്റെ ബാച്ചിനെ പറ്റി തിരക്കിയിട്ടുണ്ടായിരുന്നു. സോ ഏപ്രിൽ 16 ഓക്കെ, 2026 ഏപ്രിൽ 16 നമ്മുടെ ലാസ്റ്റ് കമ്പനി ബോർഡ് LGS ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അതിനപ്പുറത്തേക്ക് ഒരു ബാച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ചിലപ്പോൾ 10th പ്രിലിംസിനായിട്ട് ഒരു ബാച്ച് വരുമായിരിക്കും. പക്ഷെ എന്തില്ല, ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഒരു കമ്പനി ബോർഡ് LGS പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള ഒരു ബാച്ചിലേക്ക് പോകുന്നില്ല. ബിക്കോസ് നമുക്ക് ഇനി നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മുടെ 10th പ്രിലിമിനറി പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും തുടക്കത്തിൽ തന്നെ ജൂലൈ 4 തന്നെയാണ് പരീക്ഷ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ബാച്ചസിൽ പ്രിപ്പറേഷൻസ് പൊക്കോണ്ടിരിക്കുന്നത്. സോ ഒരു 90 ദിവസം സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പോർഷൻസ് കവർ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് റിവിഷൻ ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് 10th പ്രിലിംസ് പരീക്ഷ കടക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനപ്പുറത്തേക്ക് ഒരു റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വെറുതെ നമ്മൾ അഡ്മിഷൻസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് നല്ല ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടി പോവാൻ സാധിക്കണ്ടേ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ച് ലാസ്റ്റ് ബാച്ച് ആണ് ഏപ്രിൽ 16 കമ്പനി ബോർഡ് LGSന്റെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ അല്ലേ? സോ തിരിച്ചു വരൂ. നമ്മളിപ്പോൾ പഠിച്ചത് ശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു അല്ലെ. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകട്ടെ. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വികസനവുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്ര സർക്കാർ വകുപ്പ് ഏതാണ്? ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വികസനവുമായി ബന്ധപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട
കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം അല്ലെ, എന്താണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വകുപ്പാണ് അല്ലെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്, DST ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. എന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിക്കുന്നത്? 1971 കേട്ടോ, 1971 എന്ത് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വികസനവുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്ര സർക്കാർ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. വർഷം 1971 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. ചോദ്യം ഇതാണ്: ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനൊക്കെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് ഇൻകോസ്പാർ. ചോദിച്ചിട്ടുള്ളതാണ്, PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ പറയുന്നു ഇൻകോസ്പാർ. ഇനി ഇൻകോസ്പാർ എന്ന് വെറുതെ പഠിച്ചിട്ട് പോയാൽ പോരാ, ഇൻകോസ്പാറിന്റെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇൻകോസ്പാറിന്റെ ഫുൾ ഫോം? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നാണ്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി. ഇന്ത്യൻ ആണ്, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ആണ്. ഫോർ വാട്ട്? ഫോർ സ്പേസ് റിസർച്ച്. ഓക്കെ, മറന്നു പോകല്ലേ, സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി, CO. ഓക്കെ, കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കി എന്തെന്ന് വിളിച്ചത്? ഇൻകോസ്പാർ എന്ന് വിളിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇൻകോസ്പാർ സ്ഥാപിച്ച വർഷം പഠിച്ചു വെച്ചിരിക്കണം. 1962 കേട്ടോ, 1962 എന്ത് ചെയ്യുന്നത്? ഇൻകോസ്പാർ സ്ഥാപിക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയുന്നത്? അത് ഇൻകോസ്പാർ ആണ്. ഇൻകോസ്പാറിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാലും നമ്മൾ പറയും അത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ്. ഏത് വർഷമാണ് ഇത് സ്ഥാപിച്ചത്? 1962. ഇനി ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയിലേക്ക് പോവുകയാണ്. ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബഹിരാകാശത്തിന്റെ പിതാവ് അല്ലെ, അപ്പൊ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ഇൻകോസ്പാർ എന്ന് പറയുന്ന കമ്മിറ്റി സ്ഥാപിച്ചത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി സ്ഥാപിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, ഈ ഇൻകോസ്പാറിന്റെ ആദ്യത്തെ ചെയർമാൻ ആയിട്ട് ആ സ്ഥാനത്ത് ഇരുന്നതും ആര് തന്നെയായിരുന്നു? ഡോക്ടർ വിക്രം സാരാഭായ് ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇൻകോസ്പാർ സ്ഥാപിച്ച വർഷം 1962 ആണ്. സ്ഥാപിച്ച വ്യക്തി ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. ആദ്യത്തെ ചെയർമാനും ആര് തന്നെയാണ്? ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. ഇനി ഈ ഇൻകോസ്പാർ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിച്ചെന്നറിയാമോ? അത് ആണവോർജ വകുപ്പിന്റെ കീഴിലാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇൻകോസ്പാർ പ്രവർത്തിച്ചത് എന്ന് ഓർത്തു വെച്ചിരിക്കുക. മനസ്സിലായോ? അപ്പൊ ആ ചോദ്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞേ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ചോദിച്ചാൽ അത് ഇൻകോസ്പാർ ആണ്. ഇൻകോസ്പാറിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നാണ്. സ്ഥാപിച്ചത് 1962 സ്ഥാപിച്ച വ്യക്തി ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. ആദ്യത്തെ ചെയർമാനും അദ്ദേഹം തന്നെയാണ്. ഏത് മന്ത്രാലയമാണെന്ന് ചോദിച്ചാൽ അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ്? അപ്പൊ നമുക്ക് അതിനകത്ത് മറ്റൊരു ആൻസർ നമുക്ക് കിട്ടുന്നു. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? അത് തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ്. അപ്പൊ അതൊരെണ്ണം നമുക്ക് കിട്ടിയേ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ചോദിച്ചാൽ അതേതാണ്?
അത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. അതിന്റെ ശില്പിയുടെ പേരൊന്ന് പറഞ്ഞേ. ഹോമി ജെ ബാബയാണോ, ജവഹർലാൽ നെഹ്റു ആണോ, വിക്രം സാരാഭായ് ആണോ, ഡോക്ടർ രാജരാമണ്ണയാണോ? ആരാണ്? അത് നമ്മുടെ വിക്രം സാരാഭായ് ആണ്. സോ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട റോക്കറ്റ് വിക്ഷേപണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചു വെച്ചിരിക്കേണ്ട പേരാണ് വിക്രം സാരാഭായിയുടേത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് വിക്രം സാരാഭായിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് പഠിച്ചിട്ട് പോയാലോ? നോക്കൂ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഇനി നാ ചോദിക്കുന്നു, ISROയുടെ ആദ്യത്തെ ചെയർമാൻ, ഇൻകോസ്പാറിന്റെ ആദ്യത്തെ ചെയർമാൻ, ഇങ്ങനെയൊക്കെ ചോദിച്ചാലും നമ്മൾ എന്താ ഉത്തരം പറയേണ്ടത്? വിക്രം സാരാഭായ് ആണ്. ഇനി വിക്രം സാരാഭായിയുടെ ബർത്ത്ഡേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ജനിച്ച ദിവസം, ജന്മദിനം നമ്മൾ നോക്കി വെച്ചിരിക്കുക. അത് ഓഗസ്റ്റ് മാസം 12 ആണ്. ബിക്കോസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്? നമ്മളോട് ചോദിക്കും ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം എന്നാണ്, അല്ലെങ്കിൽ ആരുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്, അല്ലെങ്കിൽ വിക്രം സാരാഭായിയുടെ ജന്മദിനം എന്നാണ്, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം എന്നാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം ചെയ്യണ്ടേ? അപ്പൊ ഒന്ന് പഠിച്ചു വെച്ചേ, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 12 ആണ്. മനസ്സിലായോ? ഓഗസ്റ്റ് 12 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് വിക്രം സാരാഭായ് ആണ്. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 12 തീയതിയാണത്. എന്തായിട്ട് ആചരിക്കുന്നു? ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ജന്മസ്ഥലം നോക്കിക്കേ, അഹമ്മദാബാദ് ആണ് കേട്ടോ. അപ്പോ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളമാണെന്നൊന്നും പോയി പറയരുത്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹമ്മദാബാദിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ഈ ഒരു ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ എവിടെ സ്ഥാപിച്ചിട്ടുണ്ട്? അഹമ്മദാബാദിൽ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓർത്തു വെച്ചേക്കണേ. അപ്പൊ ജന്മസ്ഥലം എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ്? അല്ലെ, ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഇന്ത്യയിലെ. ഏത്? തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം. സോ അതിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാലും നമ്മൾ ആരുടെ പേര് പറയുന്നു? വിക്രം സാരാഭായിയുടെ പേര് പറയുന്നു. ഇനി ഇപ്പോൾ ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആ പേരിൽ തന്നെയാണോ അറിയപ്പെടുന്നത്? അല്ല, അതിന്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞേ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. എന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ് അത് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോ വിക്രം സാരാഭായ് ജനിച്ച സ്ഥലം നമ്മൾ മറക്കത്തില്ല. അത് അഹമ്മദാബാദ് ആണ്, ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാലും നമ്മൾ മറക്കത്തില്ല, വിക്രം സാരാഭായ് ആണ്. ഇനി ഇപ്പോൾ ആ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ മറക്കത്തില്ല. അതിന്റെ പേരെന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ഇദ്ദേഹത്തിന് വിക്രം സാരാഭായ്ക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പത്മഭൂഷൺ ലഭിക്കുന്നത് 1966 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് 1972 കേട്ടോ. മരണാനന്തരമാണ് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? പത്മവിഭൂഷൺ ലഭിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പത്മഭൂഷൺ ലഭിക്കുന്നത് വർഷം എന്ന് പറഞ്ഞേ 1966. പത്മവിഭൂഷൺ ലഭിക്കുന്നത് 1972. ക്ലിയർ ആണോ? ഇനി ഇതാ നോക്കിക്കേ, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിക്കാൻ സാരാഭായിക്കൊപ്പം ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി അത് രൂപീകരിക്കാൻ വേണ്ടി സാരാഭായിക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ അത് പഠിച്ചു വെച്ചിരിക്കുക. പത്മഭൂഷൺ ലഭിച്ചത് 1966. പത്മവിഭൂഷൺ ലഭിക്കുന്നത് ഏത് വർഷമാണ്?
1972 ഓക്കെ. അപ്പോ ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹത്തോടൊപ്പം എവിടെ ഉണ്ടായിരുന്നത്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിക്കാൻ ഉണ്ടായിരുന്നതെന്നും കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ. അങ്ങനെയെങ്കിൽ ഇവര് ഈ വിക്രം സാരാഭായ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ. ആ സ്ഥാപനങ്ങളും അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് പഠിച്ചിരിക്കുക. ഓക്കെ. അതിന്റെ മെയിൻ സ്ഥലം എവിടെയാണെന്ന് പഠിക്കുക. കാരണം അവിടെ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. ക്ലാസ് ബോർ അടിക്കുന്നുണ്ടോ? കുറച്ച് ഡ്രൈ ഏരിയ ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബോർ അടിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് ഫ്രഷ് ആവുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക. വേറെ റീൽസും കാര്യങ്ങളൊന്നും കാണാൻ പോവാനല്ല പറയുന്നത്. ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ ബോർ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ക്ലാസ് കേട്ട് നിങ്ങളുടെ സമയം കളയരുത് കേട്ടോ. എപ്പോഴും നിങ്ങൾക്ക് ഏത് ടോപ്പിക്, ഇപ്പൊ നമ്മളെ മനുഷ്യരല്ലേ, നമുക്ക് ചിലപ്പോൾ ബോറടിയൊക്കെ വരും, അത് സ്വാഭാവികമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മൾ ആ ഒരു എന്തിലാണോ ബോറടിക്കുന്നത് അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വരിക. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളുടെ സമയം നല്ല രീതിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് പഠിച്ചാലോ? റെഡിയാണോ? ഫ്രഷ് ആയിട്ടിരിക്കുകയാണോ? ഓക്കെ. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കേ. നമ്മുടെ വിക്രം സാരാഭായ് സ്ഥാപിച്ച സ്ഥാപനങ്ങളും അതിന്റെ ആസ്ഥാനവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സ്ഥാപനമാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി നമ്മൾ അതിനെ PRL എന്നാണ് പറയുന്നത്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? PRL എന്ന് വിളിക്കുന്നു. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. മനസ്സിലായോ? അത് മറന്നുപോകത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായിട്ടുള്ള അഹമ്മദാബാദിലാണ് അദ്ദേഹം എന്ത് സ്ഥാപിച്ചത്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചത്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഥവാ IIM സ്ഥാപിച്ചതും എവിടെ തന്നെയാണ്? അഹമ്മദാബാദിലാണ്. ഓക്കെ. അപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിക്കുന്നു. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചതും ആരാണ്? വിക്രം സാരാഭായ് ആണ്. എവിടെയാണ് സ്ഥാപിച്ചത്? അത് അഹമ്മദാബാദിലാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും VSSC കേട്ടിട്ടുണ്ടാകുമല്ലോ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഷോർട്ടാക്കി VSSC എന്ന് വിളിക്കുന്നത്. VSSCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. മനസ്സിലായോ? വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ECIL എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ആസ്ഥാനം ഹൈദരാബാദ് ആണ്. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒക്കെ തോന്നും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ? റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ അഹമ്മദാബാദിൽ പോകുന്നു. അഹമ്മദാബാദിൽ പോകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നു, നമ്മുടെ സാരാഭായ്, നമ്മൾ ഇമാജിൻ ചെയ്യാം നമ്മളിപ്പോ അഹമ്മദാബാദിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും ഇവിടെയാണെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഥവാ PRLും ഇവിടെയാണെന്ന് പോയി കണ്ടാലോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മളത് മറക്കത്തില്ല. ഓക്കെ. അതേപോലെ തന്നെ VSSCയിലേക്ക് ഒരു ടൂർ പോകുന്നു എല്ലാവരും കൂടെ. ഓക്കെ. അങ്ങനെ ചിന്തിക്കുക. എവിടെയാണ് VSSC? ട്രിവാൻഡ്രമാണ്. ഇനി ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ പോകുന്നത്. അത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഓക്കെ. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ എവിടെ തന്നെയാണ്? കമ്മ്യൂണിറ്റി സയൻസ് സെന്ററും അഹമ്മദാബാദിൽ തന്നെയാണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ചോദിച്ചിട്ടുള്ളതാണ്. UCIL നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് വിളിക്കുന്നത്. സോ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജാദുഗുഡയാണ്. എന്താണ്? ജാദുഗുഡയാണ്. മനസ്സിലായോ? അപ്പൊ ഒന്ന് പറഞ്ഞേ. സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഇനിയുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ പഠിച്ച കാര്യങ്ങളൊന്ന് വ്യക്തമായി പഠിച്ചിട്ട് പോയേ. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ് ആണ്. കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ അഹമ്മദാബാദ് ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരമാണ്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഹൈദരാബാദ് ആണ്. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് എവിടെയാണ്? ജാദുഗുഡയിലാണ്. എവിടെയാണ്? ജാദുഗുഡയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്തതാ നോക്കിക്കേ. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്ട്. ഓക്കെ. അതെവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ആര് സ്ഥാപിച്ചു? വിക്രം സാരാഭായ് സ്ഥാപിച്ചു. ഇനി ഫാസ്റ്റർ ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ ഉണ്ട്. അത് നമ്മുടെ തമിഴ്നാട്ടിലെ കൽപ്പാകത്താണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റും ഫാസ്റ്റർ ബ്രീഡർ
ടെസ്റ്റ് റിയാക്ടറും. ഓക്കെ അല്ലേ? ശരി. അപ്പോ വിക്രം സാരാഭായുമായി ബന്ധപ്പെട്ട ഇനി ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം ചെയ്യുമല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പിയാണ്. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു. ഓഗസ്റ്റ് 12-ാം തീയതി ബർത്ത്ഡേ ആണ്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ടാണ് അത് ആചരിക്കുന്നത്. ജനിച്ചത് അഹമ്മദാബാദിലാണ്. അതേപോലെ തന്നെ എന്താണ്, നിലവിൽ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. 1966 പത്മഭൂഷണും 72 പത്മവിഭൂഷണും ലഭിച്ചു. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങളും അതിന്റെ ആസ്ഥാനവും കിട്ടിക്കാണുമല്ലോ. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഓക്കെ, നേരത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിക്കാണും. എന്നാലും നമുക്ക് ഇങ്ങനെയും ചോദ്യങ്ങൾ വരും എന്നറിയണ്ടേ? അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ എന്നാണ് ചോദ്യം. ശ്രീഹരിക്കോട്ടയാണോ, തുമ്പയാണോ, അഹമ്മദാബാദാണോ, മംഗലാപുരമാണോ എന്നൊക്കെ ചോദിച്ചാൽ റോക്കറ്റ് ആണോ? റോക്കറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അതെവിടെയാണ്? അത് തുമ്പയിലാണ്. ഓക്കെ, തുമ്പ റോക്കറ്റിനകത്ത് തുമ്പ എന്ന് എഴുതി വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തുമ്പ. ഓക്കെ, തുമ്പയുടെ ഫുൾ നെയിം ഒന്ന് നോക്കിക്കേ. ടേൾസ് എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ടേൾസ്. ഓക്കെ, ടേൾസ് എന്ന് പറഞ്ഞാല് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനെ ആണ് എന്തെന്ന് വിളിക്കുന്നത്? ടേൾസ് എന്ന് പറഞ്ഞിരുന്നത്. ടേൾസ് കേട്ടോ. ഓക്കെ, അപ്പം എന്തായിരുന്നു തുമ്പയുടെ ഫുൾ ഫോം? ടേൾസിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നാണ് സ്ഥാപിച്ചത്. അത് 1962 സ്ഥാപിച്ചു. 10 വർഷം കഴിഞ്ഞ് 72 ആയപ്പോഴത്തേക്കും അതിന്റെ പേര് മാറ്റി. തുമ്പ എന്നല്ല ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. അത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്, VSSC എന്നാണ് അത് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, ഇപ്പോഴും PSCയുടെ ഉത്തരം VSSC എന്നല്ല, പകരം തുമ്പ എന്നായിരിക്കും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുക. സോ അത് നോക്കി പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ടേൾസ് സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1962 അത് പുനർനാമകരണം ചെയ്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാക്കി മാറ്റിയത് 1972. ഇനി നോക്കിക്കേ, ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെയുള്ള ഈ ഒരു തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ തിരുവനന്തപുരത്തതാണ്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത്, അതുകൊണ്ട് തന്നെ റോക്കറ്റ് വിക്ഷേപണം ഈസിയാണ് അല്ലെ. ഭൂമധ്യരേഖയുണ്ടല്ലോ, ഇതിന്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. സോ അവിടെ നമ്മള് എന്താണ് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഓക്കെ, ടേൾസ് ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിച്ച വർഷം 1962 ഫെബ്രുവരി 2 ഇന്ദിരാഗാന്ധിയാണ് സമർപ്പിച്ചത് കേട്ടോ. ഇനി ഈ ടേൾസിൽ നിന്നും അഥവാ തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റിന്റെ പേര് പഠിച്ചു വെച്ചേ. അത് നൈക്ക് അപ്പാച്ചയാണ്. ചോദിച്ചിട്ടുള്ളതാണ്. വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതെന്ന് ചോദിച്ചാല് അത് നൈക്ക് അപ്പാച്ചയാണ്. വർഷം 1963 നവംബർ 21 കേട്ടോ. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കണം. ഇവിടെ നിന്ന് തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റിന്റെ പേരാണ് നൈക്ക് അപ്പാച്ചെ. നൈക്ക് അപ്പാച്ചെ വിക്ഷേപിച്ച വർഷം 62 തുമ്പ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 63 എന്ത് ചെയ്തു? വിക്ഷേപിച്ചു. 63 നവംബർ 21 വിക്ഷേപിച്ചു. അത് ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ് വിക്ഷേപിച്ചത്? നമ്മൾ ഇന്ത്യക്ക് എത്രത്തോളം ഒരു കാപ്പബിലിറ്റി സ്വന്തമായിട്ട് വിക്ഷേപിക്കാൻ അന്ന് ഉണ്ടായിരുന്നില്ല. അതിനു പകരം ആരുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? നാസയുടെ സഹായം. അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണ് ഏത്? നാസ എന്ന് പറയുന്നത്. സോ നാസയുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏത് രാജ്യത്തിന്റെ സഹായം എന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. ഏത് ഏജൻസിയുടെ സഹായം എന്ന് ചോദിച്ചാൽ നാസയാണെന്ന് പറയണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും അത് നൈക്ക് അപ്പാച്ചയാണ്. വർഷം 1963 നവംബർ 21. അത് സഹായം നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. ഏജൻസി നാസയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഇന്ത്യൻ ബഹിരാകാശ വിക്ഷേപണത്തിന്റെ
50ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട്, അതായത് 1963 + 50 ചെയ്യുമ്പോൾ നമുക്ക് 2013 കിട്ടത്തില്ലേ? 2013 നവംബർ 21 എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ വിക്ഷേപണത്തിന്റെ 50ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് മറ്റൊരു റോക്കറ്റ് വിടുകയാണ്. നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മള് എന്താണ്, പടക്കം പൊട്ടിക്കുന്നതിന് പകരം ഇവര് റോക്കറ്റ് വിട്ടാണ് ആഘോഷിക്കുന്നത്, അല്ലെ? ഓക്കെ, അപ്പൊ RH-200 എന്നായിരുന്നു ആ 50ാം വാർഷികത്തിൽ വിട്ട റോക്കറ്റിന്റെ പേര്. മനസ്സിലായോ? അപ്പോ ഇന്ത്യൻ ബഹിരാകാശ വിക്ഷേപണത്തിന്റെ 50ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് 2013 നവംബർ 21 തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച റോക്കറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് RH-200 ആണ്. ഇനി നോക്കൂ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതെന്ന് ചോദിച്ചാല് അത് നമ്മുടെ RH-75 ആണ്. അതായത് നമ്മൾ തദ്ദേശീയപരമായിട്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ വേറെ ആരുടെ സഹായമില്ലാതെ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച റോക്കറ്റ് ആണ് ഏത്? RH-75. 1967 അത് എന്ത് ചെയ്യുന്നത്? വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 2 റോക്കറ്റിന്റെ പേര് നമ്മൾ പഠിച്ചു, 2 അല്ല 3 പഠിച്ചു. നൈക്ക് അപ്പാച്ചെയാണ് ആദ്യമായിട്ട് അവിടെ നിന്ന് വിക്ഷേപിച്ചത്. അതിന്റെ 50ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ RH-200 വിക്ഷേപിച്ചു. അത് ഓർത്ത് വെച്ചിരിക്കുക, RH-200 ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് RH-75 ആണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു തുമ്പയുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമല്ലോ, അല്ലേ? ഓക്കെ, അപ്പോ ഇനി നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററുമായി ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി ആൻസർ ചെയ്യുമെന്ന് കരുതിക്കോട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും കറണ്ട് അഫയേഴ്സ് ചോദിക്കാനുള്ള സാധ്യതയുള്ളത് കേട്ടോ. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് നമുക്കൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അവിടെ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മളൊരു 2 മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക. അല്ലാതെ നിങ്ങളുടെ അർച്ചന മിസ് ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആപ്പിലും യൂട്യൂബിലും ഒക്കെ എടുത്ത് തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടു പഠിച്ചു പോവാട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ജനുവരി 2026 നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഇതൊക്കെയാണ്. ശ്രദ്ധിക്കുക. ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കി ഭൂമിയിലേക്ക് മടങ്ങിയ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഓക്കെ, ഒരു ബഹിരാകാശ ദൗത്യം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് എന്ത് ചെയ്തു? വയ്യാതാകുന്നു. അപ്പോഴത്തേക്കും തിരിച്ച് ഇത് തിരിച്ചു വരികയാണ്, അല്ലെ? ഭൂമിയിലേക്ക് മടക്കുകയാണ്. അതിന്റെ പേരാണ് Crew-11. എന്താണ്? Crew-11 എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ആ ഒരു ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? Crew-11 എന്നാണ്. ഓക്കെ, ഇനി മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതി ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ആർടെമിസ് 2 ആണ്. ആർടെമിസ് 2 ആണ് അവിടെ ചെന്നിട്ട് നമ്മുടെ ഭൂമിയുടെ ചിത്രങ്ങളും, അല്ലെ, നമ്മുടെ ചന്ദ്രന്റെ ചിത്രങ്ങളും ഒക്കെ എടുത്ത് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് ജനുവരി 2026 വന്ന കറണ്ട് അഫെയർ ആയിരുന്നേ. മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ് ആർടെമിസ്. ആർടെമിസ് ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, എന്താണ് വിക്ഷേപിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണേ. ശരി, അങ്ങനെയെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രാന്തര യാത്രയായ ലോകയാൻ 26ന്റെ ഭാഗമാകുന്ന കപ്പൽ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യയുടെ നാവികസേന ഒരു വലിയൊരു യാത്ര എന്താണ് ഒരു 10 മാസം ദൈർഘ്യമുള്ള ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു കപ്പൽ യാത്രയാണ്. ആ കപ്പൽ യാത്രയുടെ പേര് ലോകയാൻ 26 എന്നാണ്. ലോകയാൻ 26. സോ ഇതിനകത്ത് അതിന്റെ ഭാഗമാകുന്ന കപ്പലിന്റെ പേരാണ് INS സുദർശിനി. എന്താണ്? INS സുദർശിനി. അതിന്റെ ആ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാല് 13 രാജ്യങ്ങളിലായിട്ട് 18 വിദേശ തുറമുഖങ്ങൾ സഞ്ചരിച്ച് 22,000 നോട്ടിക്കൽ മൈലിലധികം ദൂരം സഞ്ചരിക്കുന്ന ഒരു 10 മാസത്തെ സമുദ്രാന്തര യാത്രയാണ്. സമുദ്രത്തിലൂടെ മാത്രമുള്ള യാത്രയാണ് ഏത്? ലോകയാൻ 26 എന്ന് പറയുന്നത്. സോ അത് പഠിച്ചിട്ട് പോകണേ. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രാന്തര യാത്രയായ ലോകയാൻ 26ന്റെ ഭാഗമാകുന്ന കപ്പൽ ഏതാണ്? INS സുദർശിനിയാണത്. എത്ര രാജ്യങ്ങളിലേക്കുള്ള യാത്രയാണ്? 13 രാജ്യങ്ങൾ. എത്ര തുറമുഖങ്ങൾ സന്ദർശിക്കും? 18 വിദേശ തുറമുഖങ്ങൾ സന്ദർശിക്കും. എത്ര നോട്ടിക്കൽ മൈൽ ദൂരം കവർ ചെയ്യും? 22,000 നോട്ടിക്കൽ മൈൽ ദൂരം കവർ ചെയ്യും. എത്ര നാളത്തെ യാത്രയാണ്? 10 മാസത്തെ യാത്രയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കണേ. അങ്ങനെയെങ്കിൽ നമുക്ക് ഡിസംബർ 2025 ഒന്ന് തിരിച്ച് ബാക്കിലോട്ട് പോകാം.
നോക്കൂ, 2025 ചൊവ്വയിലെ ഇടിമിന്നലിന് സമാനമായിട്ടുള്ള ഒരു ശബ്ദം റെക്കോർഡ് ചെയ്ത് നമ്മുടെ നാസയുടെ ഒരു റോവർ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ പേര് അത് ഏത് റോവർ ആയിരുന്നു? പെർസെവറൻസ് എന്ന് പറയുന്ന റോവർ ആണ്. പെർസെവറൻസ് എന്ന് പറയുന്ന റോവർ ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ചൊവ്വയില് എന്താണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റോവറാണ്. ചൊവ്വയിലൂടെയുള്ള ചൊവ്വയില് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റോവറാണ് പെർസെവറൻസ്. അത് നാസയുടേതാണ്. അപ്പൊ ആ റോവറിൽ നിന്നും എന്ത് ചെയ്തു? ഒരു സൗണ്ട് കിട്ടുന്നു. അതായത് അവിടെ ചൊവ്വയിൽ എന്താണ് ഇടിമിന്നലിന് സമാനമായ ശബ്ദം ഉണ്ടായതായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. സോ റോവറിന്റെ പേര് പറഞ്ഞുപോയത് പെർസെവറൻസ് എന്നാണ്. ഇനി ഗൂഗിൾ അവതരിപ്പിച്ച ഒരു AI അധിഷ്ഠിത കാലാവസ്ഥാ പ്രവചന മോഡൽ ഏതാണ്? വെദർ നെക്സ്റ്റ് ആണ് കേട്ടോ. വെദർ നെക്സ്റ്റ് എന്നാണ് പേര്. വെദർ നെക്സ്റ്റ് 2 എന്നാണ് അതിന്റെ പേര് കേട്ടോ. ഒരു AI മോഡലാണ്, കാലാവസ്ഥാ പ്രവചനമാണ് ഈ ഒരു AI അധിഷ്ഠിത കാലാവസ്ഥാ പ്രവചന മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെദർ നെക്സ്റ്റ്. ഓക്കെ, ഇനി രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ പെട്രോൾ അല്ലടാ പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ വെഹിക്കിൾ ഏതാണ്? അതായത് എന്താണ് നമ്മുടെ രാജ്യത്ത് വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഡ്രോണുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പെട്രോളിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വെഹിക്കിള് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വെഹിക്കിൾ വേറെ ഏതെങ്കിലും ഡ്രോണുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അതിനെ അടിച്ചിടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കാപ്പബിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്, ഒരു എക്യുപ്മെന്റ് ആണ്. സോ അതിന്റെ പേര് എന്താണെന്ന് അറിയാമോ? ഇന്ദ്രജാൽ റേഞ്ചർ എന്നാണ്. ഇന്ദ്രജാൽ. ഓക്കെ, ഇന്ദ്രജാലമാണ്. ഓർത്ത് വെച്ചിരിക്കുക. അതിങ്ങനെ പോകുമ്പോ ഇന്ദ്രജാലം പോലെ കാണിക്കുന്നൊക്കെ ചുമ്മാ ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ മറന്നു പോകത്തില്ല കേട്ടോ. ഓക്കെ, അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ പട്രോൾ വെഹിക്കിൾ ഏതാണ്? അത് ഇന്ദ്രജാൽ റേഞ്ചർ ആണ്. ഇന്ദ്രജാൽ റേഞ്ചർ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവോർജ അന്തർവാഹിനിയുടെ പേരാണ് INS അരിധാമൻ. എന്താണ്? INS അരിധാമൻ. അപ്പൊ INS സുദർശിനി എന്തായിരുന്നു? അത് നമ്മുടെ കപ്പലായിരുന്നു. ലോകയാൻ 26ന്റെ ഭാഗമാകുന്ന കപ്പലായിരുന്നു ഏത്? INS സുദർശിനി. ഇപ്പൊ INS അരിധാമൻ എന്താണ്? ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവോർജ അന്തർവാഹിനിയാണ്. ഓക്കെ, കടലിന് അടിയിലൂടെ പോകുന്ന അന്തർവാഹിനിയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അത് ഇത്രയും നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു കാര്യം നോക്കൂ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് എന്താണ്? ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്തായാലും കൃത്യമായിട്ട് പോയി ആൻസർ ചെയ്യും അല്ലെ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് നാസ ആണോ, CNSA ആണോ, RSA ആണോ, ISRO എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നില്ലേ അല്ലെ, ISRO ആണ്. സോ അത് നമ്മൾ സിമ്പിൾ ചോദ്യമാണ്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് കൂടി പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യയുടേത് നമുക്കറിയാം ISRO ആണ്. ISROയുടെ ഫുൾ ഫോം പഠിക്കണം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ പേര്. ഇനി USA ആ ഒരു ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് നാസ. നാസയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നാസയുടെ പൂർണ്ണ രൂപം. ഒന്ന് പറഞ്ഞേ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അടുത്ത എന്തായിരുന്നു? അടുത്തത് നമ്മുടെ യൂറോപ്പിന്റെ ബഹിരാകാശ ഏജൻസിയാണ് ESA. ESA എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. യൂറോപ്പിന്റെതാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഇനി ജപ്പാന്റേതാണ് എന്ത്? ജാക്സ. ഓക്കെ, ജാക്സയുടെ ഫുൾ ഫോം എന്താണ്? ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്നാണ്. എക്സ്പ്ലോറേഷൻ അതിന്റെയാണ് X വന്നിട്ടുള്ളത്. ജാക്സയുടെ X വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ജാക്സയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. ഇത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ISRO, ESA, CNSA, ജാക്സ എന്നൊക്കെ ഇട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡില് രാജ്യങ്ങളുടെ പേരിടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി റഷ്യയുടേതാണ് RSAയുടെ ഫുൾ ഫോം റഷ്യൻ സ്പേസ് ഏജൻസി എന്നാണ്. റഷ്യൻ സ്പേസ് ഏജൻസി. ചൈനയുടേതാണ് CNSA. ഓക്കെ, CNSAയുടെ ഫുൾ ഫോം എന്താണ്? ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ISROയുടേത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. നാസ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ്.
ESA യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. ജാക്സ ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ്. RSA റഷ്യൻ സ്പേസ് ഏജൻസിയാണ്. CNSA ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. മനസ്സിലായോ? ഇനി ഇവിടെ മാച്ച് ദ ഫോളോയിങ്ങോ ഓക്കെ അങ്ങനെയൊക്കെ തെറ്റായതൊക്കെ ചോദിച്ചാല് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇനി ആൻസർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സോ നമ്മൾ തുടങ്ങിയത് ബഹിരാകാശ ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിച്ചു. അവിടെ നമ്മൾ തുടങ്ങിയത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ദിനത്തിൽ നിന്നായിരുന്നു. ഫെബ്രുവരി 28 ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്. CV രാമൻ അന്നാണ് രാമൻ എഫക്ട് കണ്ടുപിടിച്ചത്. വർഷം 1928. ആദ്യമായിട്ട് അത് ആചരിച്ചു തുടങ്ങിയത് 87 2025 തീമാണ് ചോദിക്കുന്നതെങ്കിൽ യൂത്തുകളെ ആലോചിക്കുക. 2026 തീമാണെങ്കിൽ വുമൻസിനെ ആലോചിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വികസനവുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്ര സർക്കാർ വകുപ്പ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു. അതേതാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. വർഷം 1971. അതിനുശേഷം നമ്മൾ കണ്ട ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരെന്നാണ്? അത് വിക്രം സാരാഭായി ആണെന്ന് നമുക്കറിയാം. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു. ബർത്ത്ഡേ ഓഗസ്റ്റ് 12 ആണ്. ഇന്ത്യയിലെ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജനിച്ചു. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പിയാണ്. അതിന്റെ ഇപ്പോഴത്തെ പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. പത്മഭൂഷൺ 66 പത്മവിഭൂഷൺ 72 ലഭിക്കുന്നു. അദ്ദേഹമാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ സമിതി രൂപീകരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിനോടൊപ്പം ജവഹർലാൽ നെഹ്റുവും ഉണ്ടായിരുന്നു. എന്നതിന് ശേഷം നമ്മൾ സ്ഥാപനങ്ങളും അതിന്റെ ആസ്ഥാനവും പഠിച്ചു. അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ്, വിക്രം സാരാഭായ് സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ് ആണ്. കമ്മ്യൂണിറ്റി സയൻസ് സെന്ററും അഹമ്മദാബാദ് ആണ്. VSSC ട്രിവാൻഡ്രമാണ്. ECIL ഹൈദരാബാദ് ആണ്. UCIL ജാദുഗുഡയിലാണ്. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്ട് കൊൽക്കത്തയിലും ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ കൽപ്പാക്കത്തുമാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അതിനുശേഷം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു. നമ്മൾ തുമ്പയാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ തുമ്പയുടെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു. ടേൾസ് എന്നാണ് പറയുന്നത്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആണ്. സ്ഥാപിച്ചത് 62 പേര് മാറ്റിയത് 72 വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാക്കി മാറ്റി. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. അത് ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത് 1962 ഫെബ്രുവരി 2 ഇന്ദിരാഗാന്ധിയാണ്. അവിടെ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റിന്റെ പേരാണ് നൈക് അപ്പാച്ചി. 1963 നവംബർ 21 വിക്ഷേപിക്കുന്നത്. സഹായം നൽകിയത് നാസയായിരുന്നു. ഇനി അതിന്റെ 50ാം വാർഷികത്തിൽ നിന്ന് വിട്ട റോക്കറ്റിന്റെ പേരാണ് RH-200. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ റോക്കറ്റ് ചോദിച്ചാൽ അത് RH-75 ആണ്. പിന്നെ നമ്മൾ എന്താണ് ക്രൂ 11 എന്ന് പഠിച്ചു. ക്രൂ 11 എന്ന് പറഞ്ഞാൽ ബഹിരാകാശ യാത്രികരിലുള്ള ഒരാളുടെ ആരോഗ്യ പ്രശ്നം മൂലം ഒരു ബഹിരാകാശ ദൗത്യം മൊത്തത്തില് ക്യാൻസൽ ആക്കി വെട്ടിച്ചുരുക്കി തിരികെ ഭൂമിയിലേക്ക് എത്തുകയുണ്ടായി. ആ ഒരു ദൗത്യത്തിന്റെ പേര് ആണ് ക്രൂ 11 എന്ന് പറയുന്നത്. മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ നാസയുടെ പദ്ധതിയാണ് ഇത് ആർടെമിസ് 2 എന്ന് പറയുന്നത്. ഇനി ലോകയാന്റെ ഭാഗമാകുന്ന ആ ഒരു കപ്പൽ ഏതാണ്? INS സുദർശിനിയാണ്. ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞല്ലോ പെർസെവറൻസ് എന്ന് പറഞ്ഞ റോവർ ആണ് ചൊവ്വയിൽ ഇടിമിന്നലിന് സമാനമായ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്ത് നാസയ്ക്ക് അയക്കുന്നത്. അതേപോലെ തന്നെ AI അധിഷ്ഠിത കാലാവസ്ഥാ പ്രവചന മോഡലിന്റെ പേരെന്താണ്? വെദർ നെക്സ്റ്റ് എന്നാണ്. പിന്നെ രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ പട്രോൾ വെഹിക്കിളിന്റെ പേരെന്താണ്? ഇന്ദ്രജാൽ റേഞ്ചർ എന്നാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്താണ്? INS അരിധാമൻ. അതായത് ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിച്ച 3ാമത്തെ ആണവോർജ അന്തർവാഹിനിയുടെ പേരാണ് INS അരിധാമൻ. ശേഷം നമ്മൾ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് പഠിച്ചു. ISRO എന്നാണ്. USA നാസയാണ്. യൂറോപ്പിന്റേത് ESA ആണ്. ജപ്പാന്റേത് JAXA ആണ്. റഷ്യയുടേത് RSA ആണ്. ചൈനയുടേത് എന്താണ്? CNSA ആണ്. CNSA. ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ തുടക്കത്തിൽ പഠിച്ചിരിക്കേണ്ടത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒറ്റ ക്ലാസ് കൊണ്ടൊന്നും ശാസ്ത്ര സാങ്കേതിക മേഖല പഠിച്ചു തീർക്കാൻ സാധിക്കത്തില്ല. ചന്ദ്രയാനെ പറ്റി പഠിക്കണം, ആദിത്യ L1 പഠിക്കണം, മംഗൾയാൻ പഠിക്കണം, ഓക്കെ, ഗഗൻയാൻ പഠിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങള് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആര്യഭട്ട പഠിക്കണം, പിന്നെ കുറെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. സോ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏരിയാസ് എന്ന് പറയുന്നത്.
അപ്പൊ എല്ലാവരും ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടും പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക് ആണെങ്കിലും ആപ്പിൽ പോയാൽ എൻട്രി ആപ്പിൽ പോയാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ആ ടോപ്പിക്കിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ 10th പ്രിലിംസിന്റെ പ്ലേലിസ്റ്റിനകത്ത് എല്ലാ ക്ലാസ്സുകളും അവിടെ ഓൾറെഡി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, സിലബസ് കംപ്ലീറ്റ് ആക്കുക, നല്ല വൃത്തിയായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് എക്സാമിന് പോയിട്ട് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഇതിന്റെ ബാക്കി പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ക്ലാസ്സിന്റെ കൗണ്ട് ഒക്കെ നമുക്ക് കൂട്ടാൻ നോക്കാം. സോ ഈ തരുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും വൃത്തിയായിട്ട് പഠിക്കണം. ഓക്കെ, വെറുതെ വീണ്ടും വീണ്ടും വേണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുകയും വേണം. സോ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്